ഈ മഹാരാഷ്ട്രയിൽ സംഭവവികാസങ്ങൾ ഇങ്ങനെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇലക്ഷൻ കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം മഹാരാഷ്ട്രയാണെന്ന് തോന്നുന്നു. ഫട്നാവിസ് രാജിവെക്കുന്നു, ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു, ആ രാജി അമിത്ഷാ അംഗീകരിക്കാതിരിക്കുന്നു. അതുപോലെ തന്നെ ശിവസേന, ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിൽ നിന്ന് കുറച്ച് പേര് എംപിമാർ ഇപ്പുറത്തേക്ക് പോകാനായി ഒരുങ്ങുന്നു എന്ന് വാർത്ത വരുന്നു. NCP പവാർ പക്ഷത്തേക്ക് പോകാനായി അജിത് പവാറിൻ്റെ കുറച്ച് പേര് വരാൻ തയ്യാറെടുക്കുന്നു എന്ന് വാർത്ത വരുന്നു. ഇങ്ങനെ ആകെ എല്ലാ ദിവസവും കലങ്ങി മറിയുന്ന എന്ത് സംഭവിക്കും എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ. മഹാവികാസ് അഗാഡിയല്ല, മഹാവികാസ് ഗിലാഡിയാണ് മഹാരാഷ്ട്രയിൽ. ഞാൻ വിചാരിച്ചു ഫഡ്നാവിസിന്റെ രാജ്യം സ്വീകരിക്കുകയും വിചാരിച്ചു. അയാളെ കേന്ദ്ര മന്ത്രിസഭയിൽ ചിലപ്പോൾ എടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിചാരിച്ചത്. RSSന് അവിടെ വേണ്ടപ്പെട്ട ആളാണ് ഫഡ്നാവിസ്. നിതിൻ ഗഡ്കരിയെ പോലെയാണ്. പിന്നെ ഈ പറയുന്ന ശിവസേനയിൽ പുതിയ കാര്യമൊന്നുമല്ല, നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചതാണ്. ഇലക്ഷന് ശേഷമുള്ള സാഹചര്യങ്ങൾ ഏതെങ്കിലും ഒരു ശിവസേന ഇല്ലാതാവും. കാരണം അതിൻ്റെ ഒരു സംഭവം അങ്ങനെയാണ്. മഹാരാഷ്ട്ര ബേസ്ഡായ പാർട്ടിയാണ്. അല്ല, ഏകനാഥ് ഷിൻഡെക്ക് ജീവിതത്തിൽ ഒന്ന് മുഖ്യമന്ത്രിയാണോ ആഗ്രഹം? ആ സംഭവം നടന്നല്ലോ. ഇനി അത് ഓരോന്നായി തിരിച്ചു പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഈ ഒരു ഇലക്ഷനിൽ നേട്ടം ഉണ്ടാക്കിയത് ഉദ്ധവാണ്. ഉദ്ധവിന് വേറൊരു ഗുണം ശിവസേന സ്ഥാപക മൂപ്പരുടെ അച്ഛനാണല്ലോ. ഈ ഉദ്ധവ് ബേസിക്കലി മണ്ടനാണ്. ഈ ശിവസേന ഉണ്ടാക്കിയിട്ടുള്ള ബാധക ഭയങ്കര ബുദ്ധിമാനായി. അതേ ഒരു MLA ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയില്ല. മൂപ്പര് ഈ പാണക്കാട് ഞങ്ങളെ പോലെ അവിടെ ഇരിക്കും. മൂപ്പര് പറയുന്നതിനപ്പുറം ബോംബെ ചരിക്കില്ല, ഒരു പാർട്ടി ചരിക്കില്ല, അധോലോകം ചരിക്കില്ല, ഒരു സാധനം ചരിക്കില്ല. ദാവൂദ് ഇബ്രാഹിം, ഈ പറയുന്ന കോൺഗ്രസ്സുകാർ, അവിടെ മൂപ്പര് വിചാരിക്കാതെ ഇല ഇളകില്ലായിരുന്നു. ഒരു അധികാരം വേണ്ടായിരുന്നു. അധികാരം മൂപ്പരെ തേടി പറ്റിയിരുന്നു. ഈ മണ്ടൻ ചെയ്തിട്ട് മുഖ്യമന്ത്രിയായി. ഞാൻ ഏകനാഥ് ഷിൻഡെനെ പിടിച്ച് മുഖ്യമന്ത്രി ആക്കിയാൽ മതി. പണ്ട് മനോഹർ ജോഷിനാണ് ഇയാളാക്കിയത്, ആദ്യം താക്കറെ ആക്കിയത്. അവർ ഏകനാഥ് ഷിൻഡെനെ പിടിച്ച് അദ്ദേഹം മുഖ്യമന്ത്രി ആയാൽ മതി. അപ്പോൾ അത് സിമെന്റഡ് ആയിട്ട് അങ്ങ് നിൽക്കുകയായിരുന്നു. വിവരം വേണ്ടേ? കോൺഗ്രസ്സുകാർ പണ്ട് ഇയാളെ പറ്റി ഒരു സിനിമ വന്നിട്ടുണ്ട്, ബയോപിക്, നമ്മുടെ ഇയാളെ പറ്റി, അതേപ്പറ്റി ഉദ്ധവിനെ കുറിച്ചോ? അല്ലല്ല, മൂപ്പരച്ഛനെ പറ്റി. അതിൽ ഈ ശരപ്പബാബ് ഭൂലോക പിന്നെ ഇതാണ്, സ്ട്രൂഡാണ്, കൗശലക്കാരനാണ്. ഇങ്ങനെ വന്ന് ഇയാളെ കുപ്പിയിലാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പര് പറയുന്നത് ഭക്ഷണം കഴിക്കുമ്പോഴാണ്. അപ്പം ശരപ്പബാബിനോട് ബാധക പറയുന്നുണ്ട്, ഈ ബാരാമതിയിലെ മട്ടനല്ല ബോംബെയിലെ മട്ടൻ, മഹാരാഷ്ട്രയിലെ മട്ടൻ എന്ന് പറയും. അപ്പോൾ അതുപോലെയാണ്. പക്ഷേ ഇതിപ്പോൾ ശരപ്പബാബ് വന്നിട്ടാണ് ഇയാൾ മുഖ്യമന്ത്രിയായത്. പക്ഷേ നമ്മൾ അധികാരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വില പോയി പോകും. നമ്മളവിടെ നിന്ന് കൺട്രോൾ ചെയ്യുക. അതൊക്കെ പണക്കാട് തങ്ങന്മാർ വരില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അവരില്ല. അവർ കേരളത്തിൽ മുഖ്യമന്ത്രി വരുന്നത് അവർ വരില്ല. അതുപോലെ ചെയ്യേണ്ടതായിരുന്നു, അത് ചെയ്തില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇലക്ഷൻ റിസൾട്ട് വന്നതോട് കൂടിയിട്ട് ആ കുടുംബത്തോട് അവർക്ക് എന്തിനാ മഹാരാഷ്ട്രയുടെ ലൈഫ് മെച്ചപ്പെടുത്തുന്നില്ലേ? ഈ ശിവസേനയ്ക്ക് ഒരു പങ്കുണ്ട്. കാരണം അവിടെ അല്ലേ പ്രധാനപ്പെട്ട ജോലികളെല്ലാം വിദ്യാഭ്യാസമുള്ള മലയാളികളും താഴെത്തട്ടുള്ള ജോലി ബീഹാറികളും കൊണ്ടുപോയിരുന്നു. അതാണ് ഇദ്ദേഹം പൊളിച്ചു കളഞ്ഞത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ശത്രുവാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബീഹാറികളെ സംബന്ധിച്ചിടത്തോളം ശത്രുവാണ്. പക്ഷെ മറാഠികൾക്ക് അദ്ദേഹം ഹീറോ ആണ്. അപ്പോൾ അതാണ് ഇലക്ഷന് കണ്ടത്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ല, തോൽവി പിന്നെ RSSും കളിച്ചിട്ടുണ്ട്. 2 സ്ഥലങ്ങളിലാണ് തോറ്റത്. ഒന്ന് UP യിലും ഒന്ന് ഇവിടെ. 2 RSSന്റെ സ്ട്രോങ് ഹോൾഡുള്ള സ്ഥലമാണ്. പിന്നെ ഈ പറഞ്ഞ ശിവസേനയിൽ പിളപ്പുണ്ടായതുകൊണ്ട് തോറ്റു എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പുറത്ത് NCP യിലും പിളപ്പുണ്ടായിട്ടുണ്ട്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ മഹാരാഷ്ട്ര ഇനി വരാൻ പോകുന്നത് ഞാൻ വിചാരിച്ചു ഫഡ്നാവിസിനെ മന്ത്രിസഭയിൽ എടുക്കുന്നു. അപ്പോൾ ഫഡ്നാവിസിനെ അവിടെ തന്നെ നിർത്താനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അതായത് ഇത് നിലവിലുള്ള സ്ഥിതി തുടരട്ടെ എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഫഡ്നാവിസ് മുഖ്യമന്ത്രിയായിട്ട് വരും. ഇനിയിപ്പോൾ കേന്ദ്രത്തിലുണ്ടല്ലോ. അതെ, അത് ചിലപ്പോൾ ശിവസേനയുടെ കുറച്ച് കഴിഞ്ഞിട്ട് ശിവസേന RSS ഇടപെട്ട് ഒരു ചർച്ചയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ശിവസേന തിരിച്ചു വരും. പക്ഷേ ശിവസേന മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടി വരും. എന്തൊരു ഫഡ്നാവിസിനെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എടുക്കേണ്ടി വരും. എടുത്തു കഴിഞ്ഞിട്ട് അയാളെ ഭാവി പ്രധാനമന്ത്രിയെ കൊണ്ടുവരാനാണ്. RSSന് എപ്പോഴും ഇങ്ങനെ സോഫ്റ്റ് ഫേസസ് ആണ് പ്രധാനമന്ത്രിയായിട്ട്. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് വേറൊരു വഴിയില്ലായിരുന്നു. ആ സമയത്ത് മോഡി അല്ലാതെ ഒരു ചോയ്സ് ഇല്ല, ഒരു സോഫ്റ്റ് ഫേസ് പോയില്ല ആ സമയത്ത്. ബാക്കി ഗഡ്കരി ഇങ്ങനെയുള്ള സോഫ്റ്റ് നോക്കിയാൽ മതി. ഇപ്പോൾ അഡ്വാനിയും വാജ്പേയിയുള്ള സമയത്ത് പാർട്ടി ഉണ്ടാക്കിയ മൊത്തം അഡ്വാനിയാണ്. വാജ്പേയി പാട്ട് ചെയ്ത് ഇങ്ങനെ നടക്കുകയായിരുന്നു, പ്രസംഗിക്കുക നന്നായിട്ട്. പക്ഷേ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആരാ ചൂസ് ചെയ്തത്? വാജ്പേയിനാണ് ചൂസ് ചെയ്തത്. അതാണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് ഫഡ്നാവിസിന്റെ ഭാവി സുരക്ഷിതമാണ്. പിന്നെ മിക്കവാറും പിന്നെ ശിവസേന തിരിച്ചു വരാൻ സാധ്യതയാണ്. BJP മനസ്സറിഞ്ഞൊന്ന് സോറി പറഞ്ഞാൽ ശിവസേന തിരിച്ചു വരാൻ സാധ്യത. അല്ല, ഈ അപ്പുറത്ത് നിൽക്കുന്ന ഏകനാഥ് ഷിൻഡെയുടെ ആളുകൾ ഉദ്ധവിന്റെ അടുത്തേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. അത്തരം ചില ചർച്ചകളൊക്കെ നടന്നു കഴിഞ്ഞു. അതാ പറഞ്ഞത്, അവരങ്ങോട്ട് പോകുമ്പോൾ ശിവസേന ഒന്നായി തിരിച്ചു വരും. ശിവസേനയുടെ പിന്നെ ഒരു മറാഠ വികാരമുണ്ട്. വെരി സ്ട്രോങ് ഐഡിയോളജി ലൈക്ക് DMK.
പിന്നെ DMKൻ്റെ അത്ര കറക്റ്റഡ് ആയിട്ടില്ല ശിവസേന. അവർക്ക് ബോംബെയിലെ പൊതുവെയുള്ള ഈ അഴിമതി ഹുണ്ടിക പിരിവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ കൂട്ടത്തിലെ മാന്യന്മാരാണ് ഇവർ. ഇപ്പം ബോംബെയിൽ അധോലോകത്തെ തുടച്ച് നീക്കിയിട്ടുള്ള എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകളില്ലേ, സെലാസ്കൊക്കെ, ഇവർ മഹാഭൂരിപക്ഷം ശിവസേനൻ്റെ പഴയ ശിക്ഷക്സാണ്. അങ്ങനെ ഒരു വലിയൊരു പ്രസൻസ് ഉള്ളൊരു സംഭവമാണ്. പിന്നെ മറാഠ വികാരം വളരെ സ്ട്രോങ്. ഈ ഇതിൽ തന്നെ ഈ ശിവാജിയുടെ ട്രഡീഷനാണ് ഇവർ. അതാണ് ശിവസേന എന്ന് പറഞ്ഞത്. ശിവസേന എന്ന് വെച്ചാൽ ശിവൻ്റെ സേന അല്ല, ശിവാജിയുടെ സേനയാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് മഹാരാഷ്ട്രയിൽ ഇനി നോക്കേണ്ട NCPയുടെ കാര്യം. NCP ചിലപ്പോൾ കോൺഗ്രസിൽ ലയിക്കാൻ സാധ്യതയുണ്ട്. NCP ഇലക്ഷനിൽ പവാറിൻ്റെ പക്ഷത്തുള്ളവർ കുറച്ചുകൂടെ സ്ട്രോങ് ആയി മാറിയതുകൊണ്ട് അല്ല, പവാറിൻ്റെ പക്ഷത്തുള്ളവരെ സ്ട്രോങ് ആയി മാറുള്ളൂ. ഇത് ഇന്നലെ ഇയാളുടെ പേരിലുള്ള ഇന്നിപ്പോൾ ന്യൂസ് കണ്ടു, പിന്നെ എനിക്ക് തോന്നുന്നു പ്രഫുൽ പട്ടേലിൻ്റെ പേരിലുള്ള കേസുകളൊക്കെ ഒഴിവാക്കി കൊടുത്തു. അതിനു വേണ്ടി പോയതല്ലേ, കുറേ സ്വത്തുണ്ടാക്കി വെച്ചിട്ടില്ലേ. ഈ മുന്നണി സംവിധാനം ഇവർക്ക് ചാകരയായിരുന്നു. അത് ചോദിച്ചാൽ ഇഷ്ടം പോലെ സ്വത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് വ്യോമയാനൊക്കെ കൈകാര്യം ചെയ്തിട്ട്. ഇപ്പം വ്യോമയാനം ചോദിച്ചിട്ടുണ്ട്, കൊടുക്കാൻ ഒരു സാധ്യതയില്ല. ഇനി കൊടുത്തിട്ട് വലിയ ടാറ്റയൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത് വ്യോമയാനം. അപ്പോൾ അതുകൊണ്ട് വലിയ കിട്ടാനില്ല. ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്, പ്രഫുൽ പട്ടേൽ വ്യോമയാനം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിമാന കേസൊക്കെ BJP ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അതിനു വേണ്ടി പോയതല്ലേ, അല്ല വേറെ വലിയ കാര്യം ഉണ്ടാക്കിയിട്ട് പോയതൊന്നുമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് NCP ചിലപ്പം കോൺഗ്രസിൽ ലയിക്കാൻ സാധ്യതയാണ്. സുപ്രിയ സൂലെയൊക്കെ അവിടെ ജയിച്ചു, മറ്റേ അജിത് പവാറിന്റെ സുപ്രിയ സൂലെ ഇടയ്ക്ക് തോറ്റു വരുന്നല്ലോ. ഇതിനു മുമ്പ് തോറ്റുന്നു. ജയിച്ചു. സുപ്രിയ സൂലെ ഭാവിയിൽ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ശരത് പവാറിന് പ്രായമായില്ലേ. ഈ ശരത് പവാറിനെ പോലെ സ്ട്രോങ് ലീഡർ ഇല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ റീജിയണൽ പാർട്ടി അടിച്ച് പിരിയും. അത് അയാൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഇതിൽ കൊണ്ട് ചേട്ടുന്നത്. അപ്പോൾ സുപ്രിയ സൂലെയും രാഹുൽ ഗാന്ധിയൊക്കെ സെയിം വൈബാണ്. അപ്പോൾ അതുകൊണ്ട് മൂപ്പര് മരിക്കുന്നതിന് മുമ്പ് അത് സലാമത്താക്കിയിട്ട് പോകും. കാരണം അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ. അതെ, കോൺഗ്രസ്സുകാരനാണ്, മണ്ടത്തരം കാണിച്ചോട്ടോ. അതെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ പ്രധാനമന്ത്രി വരെ ആകാമായിരുന്നു. അങ്ങനെ പ്രധാനമന്ത്രിയുള്ള അവസ്ഥ ഞാൻ ആലോചിച്ചു. അങ്ങനെ ഉണ്ടല്ലോ, ഭയങ്കര സംഭവമാണ്. ഇവിടെ പിന്നെ NCP എന്നുള്ള നമ്മുടെ നാട്ടിലുള്ള ആശയപ്പെട്ട നേതാവായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ ബോംബെ അതേ ലോകത്തെ പറ്റിയൊക്കെയുള്ള പുസ്തകമൊക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. അതിനകത്തെല്ലാം ശരത് പവാറിന്റെ കളി നടക്കാതെ ബാൽ താക്കറിൻ്റെ അടുത്ത് മാത്രമാണ്. കാരണം ശരത് പവാറിനെ വിറ്റ കാശുണ്ട് ബാൽ താക്കറിൻ്റെ കയ്യിൽ. ബാക്കി എല്ലാവരും അങ്ങനെ കുപ്പിയിലാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇങ്ങനെ അടുത്ത ഛഗൻ ഭുജ്ബാൽ എന്നൊക്കെ വന്നുകൊണ്ട് ബാബാ സാഹിബിൻ്റെ അടുത്ത അനുയായികളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പിടിച്ചിട്ട് NCP കോൺഗ്രസിൽ കൊണ്ടുവന്നു. ഛഗൻ ഭുജ്ബാൽ ഭയങ്കര ഷൂഡ് പൊളിറ്റീഷ്യനായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ അങ്ങേരെ എടുത്ത് നടന്നിട്ടുള്ളൂ. ഇപ്പം ഭാഗ്യത്തിന് അങ്ങനെ പ്രായമായി വയ്യാതായി. അല്ലെങ്കിൽ എങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയം അങ്ങനെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ വിചാരിച്ചു ഈ NCPനെ പല ആളുകളും മുന്നണിയിൽ എടുക്കുന്നത് എന്തുകൊണ്ടാണ് നന്ദിസ്ഥാനം കൊടുക്കുന്നത്? NCPക്ക് അവിടെ ശക്തി ഉണ്ടായിരുന്നല്ല, പവാറിൻ്റെ ഒരു ശക്തി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അത് ഗവൺമെൻറ് കാര്യത്തിലാണെങ്കിലും വ്യക്തിപരമായ കാര്യത്തിലാണെങ്കിലും പവാറിനുള്ള സ്വാധീനം വലുതാണ്. എനിത്തിങ് ആൻഡ് എവരിത്തിങ് ഈസ് പോസിബിൾ ഫോർ പവാർ. അതുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഏറ്റില്ല. മുന്നേറ്റം ഉണ്ടാക്കി ഏറ്റില്ല. മൂപ്പര് പോയി നിതീഷിനെ വിളിച്ച്, നിതീഷ് ഭായ് ഐ ആം ഹിയർ പ്ലീസ് കം ഹാവ് എ ടീ എന്നൊക്കെ പോയി പണിയൊക്കെ. അത് കഴിഞ്ഞ് മറ്റവനെ വിളിച്ച് നായിഡുവിനെ വിളിച്ചു. നായിഡു വന്ന് അച്ഛാ ബാത്മേ മിലേക്കെന്ന് തോന്നുന്നു. അങ്ങനെ ഒഴിവാക്കി. അല്ല ഇപ്പം എന്തായാലും ഈ സാഹചര്യത്തിൽ രണ്ടുപേരും അങ്ങോട്ട് NDAയിലേക്ക് പോകാനാണ്. അല്ലാതെ ഇതിൽ വന്നിട്ട് എന്തിട്ടാണ്? ഇതിൽ വന്നാൽ പിന്നെ മമതാ ബാനർജിക്കും ഈ പറഞ്ഞ ശരത് പവാർ എടുത്തുകൊണ്ടുപോകാനുള്ള അല്ലെ രാജ്യത്തുള്ളൂ. മറ്റേതാണെങ്കിലും പിന്നെ മോഡിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു മേടിക്കും. വലിയ പ്രധാനപ്പെട്ട വകുപ്പൊന്നും കൊടുക്കില്ല എന്നുള്ളൂ, പൈസയൊക്കെ കൊടുക്കും. ഈ പറയുന്ന സ്പെഷ്യൽ പാക്കേജ് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ എന്താണ് എന്തെങ്കിലും വലിയ രീതിയിലുള്ള പ്രോജക്റ്റുകൾ കൊടുക്കും, പൈസയും കൊടുക്കും. പിന്നെ സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കുക, വേറെ ശല്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല ചിലപ്പം ഇയാളെ നിതീഷിനെ പിടിച്ച് രാഷ്ട്രപതിയാക്കി കളയും. ഒരു രാഷ്ട്രപതി സ്ഥാനം വന്നാൽ BJPക്ക് പലരെയും ഒതുക്കാനുള്ളൊരു സംഭവമാണ്. അല്ലെ പലരെയും കാണിച്ചു കൊടുക്കാനുള്ള ഒരു ക്യാമ്പയിനാണ്. ഇപ്പോൾ ആദ്യമായിട്ട് ആദിവാസിയെ പ്രധാനമന്ത്രിയാക്കി, പ്രസിഡന്റാക്കി, ദളിതനെ പ്രസിഡന്റാക്കി പറയുമ്പോൾ അത് വലിയ ക്യാമ്പയിൻ മെറ്റീരിയലാണ്. അതിന്റെ ഗുണം കൊറേസ കിട്ടിയിട്ടുണ്ട്. ദ്രൗപദി മുമ്പ് കൊറേസിലെ മന്ത്രി MLA ഒക്കെ മന്ത്രിയായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഗുണം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ തവണ ഞാൻ വിചാരിച്ചില്ല ഒറീസയിൽ ദ്രൗപദി മുർമുവും വിജയത്തിലൊരു ഘടകമാണ്, വലിയ ഘടകമാണ്. നമ്മളെ ശ്രദ്ധിക്കാതെ പോയ ഘടകമാണ്. അതുണ്ടാക്കിയ ഇമ്പാക്ട് ഉണ്ട് ഗിരിഗോപ മേഖലയിൽ. പിന്നെ വേറൊരു കാര്യമുണ്ട്, അവിടെ ക്രിസ്ത്യൻ മിഷണറീസ് പ്രവർത്തനമുണ്ട്, അത് പൊളിക്കാനും കൂടിയാണ്. ക്രിസ്ത്യൻ മിഷണറീസ് പാലും മറ്റേതൊക്കെ കൊടുത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ദ്രൗപദി മുർമുവിനെ പോലെ ആളെ കൊണ്ടുവന്നു, അവരെ പ്രസിഡന്റ് ആക്കുന്നു. പിന്നെ അവിടെ രീതിയിൽ RSSന്റെ
വനവാസി കല്യാണ ആശ്രമങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് കൂടിയാണ് ഈ വിജയം. അപ്പോൾ എന്തായാലും മഹാരാഷ്ട്രയിലെ കളികൾ നമുക്ക് ഇനിയും കാത്തിരുന്ന് കാണാൻ നല്ല രസമുണ്ടാവും. പക്ഷേ ഇത് ഫൈനലി ചുറ്റി വരഞ്ഞ് 3-4 കുറ്റിക്ക് ഇടയിൽ കിടന്നതായിരുന്നു. ശിവസേന അവിടെ ഇല്ലാതാവും. ഏകനാഥ് ഷിൻഡെ പതുക്കെ ഇല്ലാതാവും. ഏകനാഥ് ഷിൻഡെ ബേസിക്കലി ആ ഫാമിലിയിലേക്ക് തിരിച്ചു പോകും. അതിനാണ് സാധ്യത. അയാൾക്ക് മുഖ്യമന്ത്രി ആകാൻ പറ്റുമല്ലോ. ശരിക്കും ഏകനാഥ് ഷിൻഡെ ആയിരുന്നു മുഖ്യമന്ത്രി ആവേണ്ടത്. അത് പൊതുവേ താക്കറെ കുടുംബത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ്. അവർ തന്നെ അധികാരം നേടിയാണ്. ഇത് ചെറുക്കനുണ്ട്, ഉദ്ധവ് താക്കറെ മോനുണ്ട്, രാഹുൽ താക്കറെ. അവൻ ഈ പറയുന്നതിൻ്റെ എടുത്തു കിടക്കാനാണ്. അവനാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.